വിഷ്ണു, അതേസമയം മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട്. ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം വിഷയം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചേക്കും. മദ്യനിർമ്മാണശാല അനുവദിച്ചതിലെ അഴിമതിയും ജലചൂഷണവും ചൂണ്ടിക്കാട്ടും. വിഷ്ണു, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് തന്നെ ഈ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ കാണുകയുണ്ടായി. ഇന്ന് ബ്രൂവറി വിവാദമാണ് ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രതിപക്ഷം കരുതിയിരിക്കുന്നത് പറയാനായിട്ട്? ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ സഭയിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? ഹരിത, തീർച്ചയായിട്ടും ഇന്നും പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. ഇന്നലെയും സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ ബഹളം ഉണ്ടാകുന്ന സാഹചര്യം, പ്രതിപക്ഷ നേതാവ് സ്പീക്കറുമായി വാക്കേറ്റമുണ്ടാകുന്നു. ഇതിനുള്ള കാരണം തീർച്ചയായിട്ടും ഇന്നലെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ തന്നെയായിരുന്നു. അത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെയായിരുന്നു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയിരുന്നു. സഭയിൽ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെ ആ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പാടെ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്നും ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൂവറി വിവാദം വലിയ ശക്തമായി മുന്നേറ്റം ഉയർത്തിക്കൊണ്ട് തന്നെ വരാനുള്ള തീരുമാനം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രതിപക്ഷം ഇത് സഭയിൽ ബ്രൂവറി വിവാദത്തിന്റെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതായത് ഈ മദ്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട അഴിമതിയും അതോടൊപ്പം ജലചൂഷണവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാലക്കാട് വേണ്ട രീതിയിലുള്ള ജല സമ്പത്ത് ഇല്ല എന്നും അത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട വെള്ളം അത് ഈ കമ്പനികൾക്ക് പോകും എന്നുള്ള സംശയവും ആശങ്കയും എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഇന്നും പാലക്കാട് തന്നെ വലിയ പ്രതിഷേധമുണ്ട്. ശക്തമായ പ്രതിഷേധമാണ്. മന്ത്രി എം പി രാജേഷിന്റെ വസതിയിലേക്ക് വരെ പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും. ഇന്ന് സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള അതിന്മേലുള്ള നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് ശരിക്കും നടക്കുന്നത്. എന്നാൽ അതിനല്ലാതെ തന്നെ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഹരിത. ശരി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.